ഹായ് ഗൈസ്, എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കുന്നത് ലിബെക്സ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു CFD ഫേമിനെ കുറിച്ചാണ്. ആ ഒരു ഫേമിന്റെ ഒന്ന് രണ്ട് പ്ലാൻസ് ഉണ്ട്. 1 സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റെപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലിബെക്സ് സീറോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങും കൂടി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇവരുടെ ഏത് പ്ലാനാണ് നല്ലത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഹരിപ്രസാദ് ആണ്. അതൊരു മലയാളിയാണ്. ഒരു ദുബായ് ബേസ്ഡ് ആണ് ഈ ഒരു ലിബെക്സ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇവരുടെ മെയിൻ കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ കണ്ടിരുന്നത് ഓപ്ഷൻസ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോ കണ്ടന്റ്സും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കണ്ടന്റ്. അതുപോലെ സെബി രജിസ്റ്റേർഡ് ഒരു അനലിസ്റ്റ് കൂടാണ് ഹരിപ്രസാദ്. അദ്ദേഹത്തിന്റെ ഇതിലാണ് ഈ ഒരു ലിബെക്സ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇവർ അതുപോലെ തന്നെ ഒത്തിരി ക്യാമ്പുകൾ ഫോറക്സ് ട്രേഡിങ്ങിന് വേണ്ടി ബന്ധപ്പെട്ടിട്ട് ലിബെക്സ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുള്ള കുറെ ക്യാമ്പുകൾ മിക്ക ജില്ലകളിലും സംഘടിപ്പിക്കാൻ, അതുപോലെ ഒരു പാലയിലും മറ്റും സംഘടിപ്പിച്ച് ഞാൻ പങ്കെടുത്തിരുന്നു. വൺ ടൈം ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പായിരുന്നു അത്. വളരെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തു. അതുപോലെ തന്നെ അവർ പങ്കെടുക്കുന്നവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർക്കൊക്കെ എന്താ പറയാ, ആ സമയത്ത് 3 സ്റ്റെപ്പ് എന്തായിരുന്നു 100K 10K ഒരു 3 സ്റ്റെപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആ 3 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അതേപോലെ രണ്ടാമത്തെ സ്റ്റെപ്പ് വരെ എത്തിയുള്ളൂ. ജസ്റ്റ് എന്റെ അക്കൗണ്ട് ഫെയിൽ ആയി പോകുന്നത് നമുക്ക്. അപ്പൊ ഈ ഒരു കമ്പനി ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു കാര്യമാണ് അവരൊരു സീറോ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ഫണ്ടിങ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ തന്നെ അവർക്ക് കൺസിസ്റ്റൻസി റൂൾ ഇല്ല എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഈ ഒരു നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഏരിയയാണ് ഈ പ്രൊഫെം. ഈ ഒരു 2026 ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് രണ്ട് കമ്പനികൾ ഫ്യൂച്ചേഴ്സിലും അതേപോലെ CFDയിലും പൂട്ടിപ്പോയി വെക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ആണ് ഇവർ ഈ ഒരു ഇൻസ്റ്റന്റ് ഫണ്ടിങ് അത് എത്രത്തോളം റിസ്കി ആണ് എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ലൊരു പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തെല്ലാം കാര്യങ്ങൾ ഇവർ മെയിൻ ആയിട്ട് നോക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഇവർ നമുക്ക് ലിബെക്സിന്റെ സീറോയിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഇവർക്ക് 1 സ്റ്റെപ്പ് ഉണ്ട്, അതുപോലെ 2 സ്റ്റെപ്പ് ഉണ്ട്. അത് തന്നെ നമുക്ക് 5K വെച്ചിട്ട് കമ്പാരിസൺ ഫണ്ട് ഇൻഡെക്സും ഫണ്ട് ടിപ്സും ആയിട്ട് കമ്പാരിസൺ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവർക്ക് ട്രേഡിംഗ് പീരീഡ് അൺലിമിറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ടാർജറ്റ് ഇല്ല, അതായത് ലൈവ് അക്കൗണ്ട് ആയതുകൊണ്ട് പ്രോഫിറ്റ് ടാർജറ്റ് ഇല്ല. 1% ആവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേ ഔട്ട് എടുക്കാം എന്ന് പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഡെയിലി ലോസ് ലിമിറ്റ് 5% ഉണ്ട്. മറ്റ് കമ്പനികളെല്ലാം ടോട്ടൽ ലിമിറ്റ് ഒരു 5%ലാണ് ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിൽ ഒരു ലോക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതൊരു നല്ല, എനിക്ക് കണ്ടപ്പോൾ നല്ല കുഴപ്പമില്ലാത്തൊരു ഇതായിട്ട് തോന്നി. അതേപോലെ തന്നെ മാക്സിമം ലോസ് ലിമിറ്റ് 10% ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫണ്ടനെക്സിന്റെ സ്റ്റെല്ലർ ലൈറ്റ്, അതാണ് അവരുടെ ഇൻസ്റ്റന്റ് പ്ലാൻ ആയിട്ട് വരുന്നത്. അവിടേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ മാക്സിമം ലോസ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 6%. ഇവിടെ നമുക്ക് ഇവര് 10% മാക്സിമം ലോസ് ലിമിറ്റ് എന്നുണ്ട്. അതുപോലെ ഇവർക്ക് ഫണ്ടനെക്സിന് ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല. അതേപോലെ ഫണ്ടിങ് പിപ്സിന്റെ ഒരു പ്ലാൻ സീറോ എന്ന് പറയുന്നുണ്ട്. മാസ്റ്റർ അക്കൗണ്ട് ഉണ്ട്. 5% മാക്സിമം ലോസ് 5% ഉള്ളൂ. ഡെയിലി ലോസ് 3%. അപ്പൊ എന്ത് ഇത് നോക്കിയാലും നമുക്ക് ഈ ഒരു പ്ലാൻ ഡെയിലി ലോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് രണ്ട് പ്രൊഫൈൽസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഇതിലാണ് ഡെയിലി ലോസ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതിന് മാക്സിമം ലോസ് ലിമിറ്റ് 10% ഉണ്ട്. എല്ലാ കമ്പനികളും 6% മുകളിൽ ഇൻസ്റ്റന്റ് ഫണ്ടിന് കൊടുക്കാറില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു 4% കൂടി നമുക്ക് വരുന്നുണ്ട്. റിവാർഡ് നമുക്ക് 75% ആണ്. അതുപോലെ തന്നെ ഫണ്ടനെക്സും 70-80 ഒക്കെയാണ് ഫണ്ടിങ് പിപ്സും കൊടുക്കുന്നത്. ലിവറേജ് 1:50. അത് നോർമലി എല്ലാ കമ്പനികളും ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രൈസ് ആണ് കൊടുക്കാറ്. അതേപോലെ ഒരു പ്രൈസ് എനിക്ക് തോന്നിയത് $195 വരുന്നത്. ഇവര് ഫണ്ടനെക്സിന്റെ കമ്പാരിസൺ നടത്തുമ്പോൾ 5Kക്ക് $149 വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിക്ക് 10% മാക്സിമം കിട്ടുന്നുണ്ട്. ഇവിടെ 6% ഉള്ളൂ. നമുക്ക് ഇവിടെ വരുമ്പോൾ ഫണ്ടിങ് പിപ്സിലേക്ക് വരുമ്പോൾ $69 വരുന്നുള്ളൂ 5Kക്ക് ഇൻസ്റ്റന്റ് സീറോക്ക്. മാക്സിമം ലോസ് ലിമിറ്റ് 5-ൽ ലിമിറ്റ് ചെയ്തേക്കണം. അപ്പൊ നമുക്ക് എക്സ്ട്രാ ആയിട്ട് അവിടെ കിട്ടുന്നുണ്ട്. 5% കൂടി ഇവിടെ $69 ഉണ്ട്. ഏകദേശം $70 കൂട്ടാം. 5% കൂടി മാക്സിമം ലോസ് ലിമിറ്റ് 5% കൂടി ഇവിടെ കിട്ടുമ്പോൾ, കാരണം ലിബെക്സിൽ നമുക്ക് 10% കിട്ടുന്നുണ്ട്. ഒരു 5% എക്സ്ട്രാ കൂട്ടിയാൽ തന്നെ നമുക്ക് $140 എക്സ്പെൻസ് നമുക്ക് ഒരു 5% എക്സ്ട്രാ കിട്ടുന്നതുകൊണ്ട് തന്നെ ലിബെക്സിനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം $140. ഇവിടെ 195 വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരെ ഓഫർ ഉണ്ട്. ഈ ഒരു സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു 20% മറ്റും കാര്യങ്ങളും ഓഫർ ഞാൻ തുടക്കത്തിൽ കണ്ടുവന്നു. അപ്പൊ ആ ഒരു ഓഫർ ഫസ്റ്റ് ടൈം എടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഓഫറും കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആ ഒരു ഓഫറും കാര്യങ്ങളും നോക്കിയിട്ട് എടുക്കാന്ന് പ്രൈസ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡെയിലി ഡ്രോ ഡൗൺ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, അതേപോലെ തന്നെ ഈ കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു നല്ലൊരു കാര്യം തന്നെ. ഇവിടെ എല്ലാവരും കൺസിസ്റ്റൻസി മിക്ക ഫേംസിനും ഈ ഇൻസ്റ്റന്റ് ഫണ്ട് ആകുമ്പോൾ നല്ല രീതിയിൽ കൺസിസ്റ്റൻസി റൂൾസ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് അവർ അതിനെ എല്ലാവരെയും എന്താ പറയുക പാസ്സാക്കാനും പേ ഔട്ടിലേക്കും ഒന്ന് പിടിക്കുന്നത്. ആ ഒരു കൺസിസ്റ്റൻസി റൂളിലാണ്. അപ്പൊ ഈ ലിബെക്സ് ക്യാപിറ്റലിന് അങ്ങനെ ഒരു കൺസിസ്റ്റൻസി റൂൾസ് ഇല്ല എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇവിടെ മാക്സിമം ഡെയിലി ലോസ് 5%, മിനിമം ട്രേഡിംഗ് ഡേയ്സ് 7 days കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇതുപോലെ തന്നെ ഇവിടെയും മിനിമം ട്രേഡിംഗ് ഡേയ്സ് കാര്യങ്ങളുണ്ടാവും. നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം. അതുപോലെ ലിബെക്സ് ഫസ്റ്റ് പെർഫോം വിത്ത് നോ റൂൾസ്. ഇത് വളരെ നല്ല, നമുക്കിപ്പോ മലയാളിയായിട്ടുള്ള ഒരാൾ കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വേൾഡിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാനും ഇപ്പോൾ ഇത് പ്രൊഫൈൽസിന്റെ കുറെ കാര്യങ്ങൾ കണ്ടു. ഇൻസ്റ്റന്റ് ഫണ്ടിങ് കണ്ടു. ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള വേറെ ഒരു ഇതുണ്ട്. അവരുടെ നോക്കുമ്പോൾ
ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിന്റെ ആൾക്കാർ 5K വരുമ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് തന്നെ. ഒരു കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. വൺ പേസ് ഇതിൽ ഇവിടെയാണ്, ഇതാണ് അവർ അത്യാവശ്യം നല്ലത്. നമുക്ക് ഏകദേശം 5K ഇത് നോക്കുമ്പോൾ അത്യാവശ്യം $239 വരുന്നുണ്ട്. ഇവർക്ക് $239 വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഡയറക്റ്റ് ഇൻസ്റ്റന്റ് ഫണ്ടിൽ ഈ ഫണ്ടനെക്സ് ഒക്കെ കുറെ നാൾക്ക് ശേഷമാണ് ഇൻസ്റ്റന്റ് ഫണ്ടിങ് ഒരു കുറച്ച് നാളുകളായിട്ടാണ് ഇൻസ്റ്റന്റ് ഫണ്ടിങ് ഉണ്ടായിരിക്കുന്ന ഒന്നാണ് instantfunding.com എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. പക്ഷെ ഇവരുടെ പ്രൈസ് കുറച്ച് ഓവർ പ്രൈസ് ആണ്. ചില സമയത്ത് ഒരു $1 പർച്ചേസിംഗ് ഓഫർ കൊടുത്തിട്ട് അക്കൗണ്ട് കൊടുക്കാറുണ്ട്. അതിലൊത്തി ഇവർക്ക് പേ ഔട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇവർക്ക് കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ലിബെക്സ് സീറോക്ക് കൺസിസ്റ്റൻസി റൂൾ ഇല്ല എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇൻസ്റ്റന്റ് ഫണ്ട് അക്കൗണ്ട് ട്രേഡ് ഫ്രം ഡേ വൺ. ഒരു അക്കൗണ്ട് ഒറ്റ ദിവസം കൊണ്ട് ട്രേഡ് ചെയ്യാം. നോ റൂൾസ് ഓൺ ട്രേഡിംഗ്, ഫുൾ ഫ്രീഡം നമുക്ക് തരാം. മിനിമം പേ ഔട്ട് ഡേ ജസ്റ്റ്, അതായത് ഒരു $50 5K അക്കൗണ്ട് ഒരു $50 എടുത്താൽ തന്നെ നമുക്ക് പേ ഔട്ടിന് എലിജിബിലിറ്റി ഉണ്ട്. വീക്ക്ലി വിഡ്രോവൽ അവൈലബിൾ. റിയൽ പേ ഔട്ട് ട്രാൻസ്പെറന്റ് സിസ്റ്റം. പേ ഔട്ട് സ്ട്രക്ചർ മിനിമം 1% വീക്ക്ലി വിഡ്രോവൽ വീക്ക്ലി ആണ്. ഓക്കെ, നോ റെസ്ട്രിക്ഷൻ ഓൺ ട്രേഡിംഗ് സ്റ്റൈൽ. നമ്മൾ ട്രേഡിംഗ് സ്റ്റൈൽ അനുസരിച്ചിട്ട് വേറെ ഇതൊന്നുമില്ല. ഈ കൺസിസ്റ്റൻസി റൂൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. വീക്ക്ലി വിഡ്രോവൽ ആണ്. ഇൻസ്ട്രുമെന്റ് ഇതെല്ലാം കറൻസി കമ്മോഡിറ്റിയിലെ 1:30, എനിക്ക് തോന്നുന്നു ഫണ്ടനെക്സ് 1:50 ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിൽ കാര്യമില്ല. നമുക്ക് ലിവറേജ് അത്യാവശ്യം കുറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് ഇൻസ്റ്റന്റ് ഫണ്ട്. അവരെ കമ്പനി നിലനിന്ന് പോകണമെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് അവരെ ട്രേഡേഴ്സിനെ പിടിക്കുന്നതായിരിക്കും നല്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗോൾഡൊക്കെ ഒരൊറ്റ സ്ട്രെച്ചിൽ പെട്ടെന്ന് നല്ല പിപ്സ് മൂവ്മെന്റ് ഒക്കെ താഴത്തേക്ക് വന്ന ഒരു സമയത്ത് കുറെ കമ്പനികൾക്കൊക്കെ പേ ഔട്ട് കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ എക്സ്പോഷർ ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ പിടിക്കാനും ആ കമ്പനി നിലനിന്ന് പോകാനും ഒക്കെ നല്ലതായിരിക്കും. ട്രേഡിംഗ് സ്റ്റൈൽ സ്കാൽപ്പിംഗ്, ഇൻട്രാഡേ, വീക്കെൻഡ് ഹോൾഡിംഗ് ഉണ്ട്, സ്വിംഗ് ട്രേഡിംഗ് അലൗഡ് ആണ്. ഈ ട്രേഡിംഗ് റൂൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. SL ഷുഡ് ബി പ്ലേസ് വിത്തിൻ 3 minutes. 3 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണം. അത് നമുക്ക് ഇഷ്യൂ 2 വാണിംഗ്, 2 വാണിംഗ് ആണ് അവർ തരുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ അവർ ഇത് ചെയ്യുക. ഡെയിലി നോ മാക്സിമം ലോസ് വിൽ ബി കാൽക്കുലേറ്റഡ് ഓൺ റിപ്പോർട്ടിംഗ്. അപ്പൊ ഡെയിലി നമുക്ക് എടുക്കുന്ന പ്രോഫിറ്റിന്റെ അനുസരിച്ചിട്ടല്ല കാൽക്കുലേറ്റ്. ന്യൂസ് ട്രേഡിംഗ് റെസ്ട്രിക്റ്റഡ് ആണ് 5 minutes ബിഫോർ. അത് എല്ലാ കമ്പനികളും ഈ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ച് ഒന്ന് പിടിക്കാറുണ്ട്. ന്യൂസിന്റെ പ്രൊവിറ്റഡ് ആക്ഷൻസ്, ഡിലേഡ് ആർബിട്രേജ് അല്ലെങ്കിൽ ഹെഡ്ജിങ് എന്നുള്ള കാര്യം. ആക്ടിവേഷൻ വിൽ ബി കംപ്ലീറ്റ് 24 മണിക്കൂറിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആവുന്ന പറയുന്നത്. ഡു നോട്ട് ട്രേഡ് അൻടിൽ ഓൺബോർഡിംഗ് പ്രോസസ് കംപ്ലീറ്റ്. അപ്പൊ അതുകൊണ്ട് ട്രേഡ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നവരും ട്രേഡ് ചെയ്ത് വെച്ച് ഓൺബോർഡിംഗ് കൺഫർമേഷൻ മെയിലൊക്കെ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ 5K വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ഓഫർ എന്തോ ഉണ്ട്, ഒരു 20% എന്തോ ഓഫർ ഉണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ഈ ഒരു കമ്പനിയെ കുറിച്ച് ഞാൻ ഇത്ര നാള് കേട്ടേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24/7 കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയാം. വളരെ കസ്റ്റമർ സപ്പോർട്ട് വളരെ മോശമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അവർ കുറച്ചും കൂടി ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു എന്താ പറയാ, കുറച്ചുകൂടി ഈ ഇൻസ്റ്റന്റ് ഫണ്ടിങ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലേക്ക് മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ആരും ഈ ഒരു പ്ലാൻ ഇങ്ങനത്തെ രീതിയിൽ അവതരിപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രോത്ത് ഈ ഒരു കമ്പനിക്ക് ഉണ്ടാകാൻ സാധ്യത. അപ്പൊ കസ്റ്റമർ സപ്പോർട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കുക. അതുപോലെ തന്നെ ജോയിന്റ് കമ്മ്യൂണിറ്റി ഡിസ്കോഡിലേക്ക് എനിക്ക് ആക്സസ് കിട്ടുന്നില്ല. അതേപോലെ തന്നെ എനിക്ക് ഞാൻ ആ ഒരു സമയത്ത് അക്കൗണ്ട് എടുത്തിരുന്നു. എന്റെ മെയിലിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ, സൈനപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് സൈനപ്പ് ചെയ്യാനും പറ്റുന്നില്ല. എനിക്കൊരു മാച്ച് ട്രേഡർ ആണ് ഇവരുടെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച്, ഒരു പുതിയൊരു കമ്പനിയാണ്, മലയാളിയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവരെല്ലാ മന്ത്ലിയും കുറെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. നമ്മൾ ഓൾ ഓവർ കേരള, ഓൾ ഓവർ വേൾഡ് ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പരമാവധി ഇവരുടെ ഇവന്റ്സിലൊക്കെ പങ്കെടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു പേ ഔട്ട് റിജക്ഷൻ വന്നാൽ തന്നെ നമുക്ക് ഇവർ ഇവന്റ്സ് ഉള്ളപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവരുടെ മാനേജേഴ്സും ഇതൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രൈസിന് കൺസിസ്റ്റൻസി റൂൾ ഇല്ലാത്തത് കൊണ്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് കമ്പനികളെയും നിങ്ങൾ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ സ്വയം ഒരു തീരുമാനത്തിന് എത്തിയതിനു ശേഷം മാത്രം ലിബെക്സോ, ഞാൻ ഏതൊരു ഇതിന്റെ പറയുമ്പോൾ ഞാൻ അവരുടെ അഫിലിയേറ്റ് ലിങ്ക്സോ ഒന്നും ഞാനിത് ചെയ്യാറ്. ആകെ കൊടുക്കാറ് 5 yearsന്റെ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളും കൂടി ഇതിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം ഇവരെ ജോയിൻ ചെയ്യുക. ഒരു ദുബായ് ബേസ്ഡ് കമ്പനിയാണ്. നമ്മൾ മലയാളിയായിട്ടുള്ള ഒരാളാണ് CEO ആയിട്ടുള്ളത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നോക്കി വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഇവരെ അക്കൗണ്ടും കാര്യങ്ങളും എടുക്കുക. എന്തായാലും ഈ ഒരു ഇൻസ്റ്റന്റ് ഫണ്ടിങ് എന്തായാലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. ഈ ഒരു പ്രൈസിന് നമുക്ക് ഒരു $150 $160 കിട്ടുന്നത്, ഓഫർ എല്ലാം കഴിഞ്ഞ് കിട്ടുന്നത് നല്ലതാണ്. കൺസിസ്റ്റൻസി ഇല്ല. 1% ആയാൽ നമുക്ക് പേ ഔട്ട് കിട്ടും എന്നുള്ളത് വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാൻ ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ചൂസ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങളും ഒരു സ്റ്റഡി നടത്തിയതിനു ശേഷം ചെയ്യും.